ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പകലിൽ കടന്നു വന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. വിശേഷിച്ച് എറണാകുളത്ത് നിന്ന് പ്രിയാൻചു ടോമി പൈതലുമായി കടന്നു വരുവാടിയായി ഇവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. 148 സങ്കീർത്തനമാണ് നാം വായിച്ചത്. 148 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ എല്ലാം സ്തുതിയുടെ ഒരു പുസ്തകമാണ്. ആരാധിക്കാനും സ്തുതിക്കാനും പറയുക, ജീവനില്ലാത്ത വസ്തുക്കളോടും സ്തുതിക്കാൻ പറയുക. ഹല്ലേലൂയ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവയെല്ലാം ആരാ ഉണ്ടാക്കിയത്? ദൈവമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജീവനില്ലാത്ത വസ്തുക്കളെപ്പോട് പോലും സ്തുതിക്കാൻ പറയുക. സ്തോത്രം. അപ്പം ജീവനുള്ള നമ്മൾ എത്രയധികം സ്തുതിക്കണം. ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത്. നമ്മുടെ വേറെ ഒരു ബിസിനസ്സും ഇല്ല നമുക്ക്. ഞായറാഴ്ച നമ്മളിവിടെ ഇരിക്കുന്ന 2-2.5 മണിക്കൂർ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പണി. അതിലാണ് സ്വർഗം പ്രസാദിക്കുന്നത്. അതിനകത്തൊരു സന്തോഷം ഉണ്ടാകണം, അതിനകത്തൊരു ഉന്മേഷം ഉണ്ടാകണം. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയിൽ ഒരു ഉന്മേഷം ഉണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണം. വായിക്കാം, അതിൻ്റെ ചില വേദഭാഗങ്ങൾ വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. ഒന്നാമത് പറയുക, യഹോവയെ സ്തുതിപ്പിൻ. സ്വർഗത്തിൽ നിന്നും അവനെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. സ്വർഗത്തിൽ ദൂതന്മാരെ സ്തുതിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, സാറാഫുകൾ അവനെ എന്ത് ചെയ്യാണ്? ആരാധിക്കുന്നുണ്ട്. അത് അലക്ഷ്യമായിട്ടല്ല അവ ആരാധിക്കുന്നത്. അവ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവരെ ആർക്കുക. ഹല്ലേലൂയ. എന്താ പാദം മൂടാൻ കാരണം? സ്തോത്രം എന്ന് വെച്ചാൽ സ്തോത്രം. പഴയ നിയമത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ പുരോഹിതന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരാധനയ്ക്ക് യാഗപീഠത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാൽച്ചട്ട ധരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ നഗ്നത കാണാതെ വണ്ണം കാൽച്ചട്ട ധരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ആരാധനയിലെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സ്ഥലമാണ്. ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കല്യാണത്തിന് പോകുന്ന ആ രീതിയിലല്ല ആരാധനയ്ക്ക് വരേണ്ടത്. സ്തോത്രം. ദൂതന്മാർ 2 ചിറക് കൊണ്ട് എന്ത് ചെയ്തു? പാദം മൂടി. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്ന സ്ഥലമാണ്. അതവൻ്റെ പാദം മൂടി. തൻ്റെ നഗ്നത വെളിവാകാതിരിപ്പാൻ പാദം മൂടി. സ്തോത്രം. 2 കൊണ്ട് മുഖം മൂടി. കാരണം വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് നിൽപ്പാൻ കഴിയത്തില്ല. അവരുടെ ആ തേജസ്സിൻ്റെ മുമ്പിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് അവ എന്ത് ചെയ്തിരിക്കുക? പറന്ന് നിൽക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയിൽ പറന്ന് നിൽക്കുന്ന ഒരു അനുഭവം നല്ലതാ കേട്ടോ. ഹല്ലേലൂയ. ആരാധനയുടെ കാര്യങ്ങളിൽ ഒന്ന് പറന്ന് നിൽക്കുന്നത് നല്ലതാണ്. ആരാധനയുടെ കാര്യങ്ങളിൽ സ്തോത്രം അലസമായിട്ടല്ല, പറന്ന് നിൽക്കുന്ന ഒരു അനുഭവം. ആരാധന ഒരു സന്തോഷമാണ്, ആരാധന ഒരു ഉന്മേഷമാണ്. അപ്പോൾ ആ ഒരു പറന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ മദ്രാസിലെ ന്യൂ ലൈഫ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ കാര്യം ഇട്ടായിരുന്നു. രാവിലെ 9 മണിക്കാണ് അവിടെ ആരാധന തുടങ്ങുന്നത്. 9 മണിക്ക് ആരാധന തുടങ്ങി 4 മണി വരെയാണ് അവിടെ ആരാധന. 40,000-ഉം 50,000-ഉം ആളുകളാണ് അവിടെ ആരാധനയ്ക്ക് വരുന്നത്. ഹിന്ദുക്കൾ ആണ്. സ്തോത്രം. അതുപോലെ ആളുകൾ ആരാധനയ്ക്ക് വരികയാണ്. അപ്പോൾ അവർ ആരാധന പല സെക്ഷനിലാണ്. മെയിൻ ഹോളിൽ കൂടാതെ തന്നെ വേറെ സ്ഥലങ്ങളിൽ സ്ക്രീനൊക്കെ വെച്ച്, കാരണം ആളുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലം. അപ്പോൾ മെയിൻ ആരാധനാലയത്തിൽ വന്ന് ഇരിക്കുന്നതിന് വേണ്ടി 9 മണിക്ക് ആരാധന തുടങ്ങാൻ 4 മണിക്ക് വെളുപ്പിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ തീഷ്ണത. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആരാധനയുടെ ആ ഫ്രണ്ടിൽ വന്നിരിക്കാൻ വേണ്ടി വെളുപ്പിനെ 4 മണിക്ക് എന്ത് ചെയ്യാണ്? വന്നിരിക്കുക ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം. ആരാധന എപ്പോഴാണ് തുടങ്ങുന്നത്? 9 മണി. അപ്പോൾ 5 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യുകയാണ്? അവരുടെ ആ തീഷ്ണത കണ്ടോ?
എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വന്നിരുന്ന് ആരാധിക്കാൻ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നാ ഇങ്ങനെ നിൽക്കുന്നത്? ഇവരെയൊക്കെ വെളുപ്പാങ്കാലത്ത് 5:30 കഴിയുമ്പോൾ ആരാധനയ്ക്ക് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതാ. സ്തോത്രം. അവരും പോയി മസ്കറ്റിൽ റൂവിയിൽ അവരുടെ ആരാധന സ്ഥലത്ത് പാർക്കിംഗ് കിട്ടത്തില്ല. ഒരു പാർട്ടി പലരുടെ അവർക്ക് സ്വന്തമായല്ല ഹോള്, ഗവൺമെൻറ് കൊടുത്തേക്കുന്ന സ്ഥലമാണ്. ഓരോ ആരാധനക്കാർക്ക് പ്രത്യേകം സ്ഥലം പറഞ്ഞേക്കുക, സമയം. അപ്പം നേരത്തെ ചെല്ലാൻ വേണ്ടി 1.5-2 മണിക്കൂർ മുമ്പ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് കാറിൽ പോയി അവരുടെ പാർക്കിങ്ങിൽ കിടക്കുക. അല്ലെങ്കിൽ പാർക്കിങ് കിട്ടത്തില്ല, കിലോമീറ്ററോളം പോകണം. നമ്മുടെ ആരാധനയുടെ സമയം അവർ കാറയിലിരിക്കുക. ഹല്ലേലൂയ. അപ്പം ആരാധന എന്തായതുകൊണ്ടാണ്? സന്തോഷമായതുകൊണ്ട്. ആരാധിക്കാൻ വേണ്ടി 4-5 മണിക്കൂർ മുമ്പ് സ്ഥലം കിട്ടാൻ വേണ്ടി വരിക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളതിൻ്റെ തീക്ഷ്ണതയൊന്ന് മനസ്സിലാക്കിക്കേ. അപ്പം നമ്മുടെ ഉള്ള സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ഉള്ള സമയത്ത് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഒരു പറന്ന് നിൽക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. പറന്ന് നിൽക്കുന്ന ഒരനുഭവം. സ്തോത്രം. കാരണം ദൈവത്തെ നമ്മൾ എങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാ. മറ്റൊന്നും കാണാനല്ല വരുന്നത്. നമ്മളും നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ട് ബന്ധപ്പെടണം. വചനം കേൾക്കുന്നത് വേറെ കാര്യം, ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്ന് ഉയരണം. നമ്മൾ ഇപ്പോൾ പാടിയായിരുന്നു, ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ. അപ്പോൾ നമ്മുടെ ഹൃദയവും കണ്ണും എല്ലാം ഒന്ന് ഉയർക്കണം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയാരുള്ളൂ വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുണയാരുള്ളൂ വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴൂ യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴൂ യഹോവയിൽ. അപ്പൊ ദൈവസന്നിധിയിലേക്ക് നമ്മളൊന്ന് മനസ്സുയർത്തണം. നമ്മുടെ സഹായം മനുഷ്യരിൽ നിന്നല്ല വരുന്നത്. നമ്മുടെ സഹായം മനുഷ്യനിൽ നിന്നല്ല വരുന്നത്. നമ്മുടെ സഹായം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഏത് സഹായവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടേതിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നമ്മുടെ തോന്നൽ. അതുകൊണ്ടാണ് നമ്മൾ കിടന്നിങ്ങനെ ഇത് ചെയ്യുന്നത്. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കണേ, ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. എത്രയെത്ര അപകടങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ അടിമാലിയിൽ ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഒരു മൺതിട്ട ഇടിഞ്ഞു. അവിടെ മണ്ണ് ഇടിയുന്നുണ്ടായിരുന്ന ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചു. ബിജു എന്ന് പറയുന്ന ഒരുത്തൻ വീണ്ടും വീട്ടിലേക്ക് ചെന്നതാണ്. അപ്പോഴത്തേക്ക് ആ മൺതിട്ട വന്ന് അങ്ങ് ഇടിഞ്ഞ് വീണിട്ട് മോള് കോൺക്രീറ്റ് സ്ലാബൊക്കെ ചുള്ളി ഒടിയുന്ന പോലെ ഒടിഞ്ഞു പോയി. ചുള്ളി ഒടിയുന്ന പോലെ. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. ബിജു എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അവരുടെ കരച്ചിൽ വാർത്തയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അവരുടെ ആ കരച്ചിൽ, ആ പെണ്ണിൻ്റെ കരച്ചിൽ. അപ്പോൾ അനിയനും ഭാര്യ എല്ലാവരും ഓടി വന്നു. 2 പേരെയും, ഒരു സഹോദരിയെ രക്ഷിച്ചു മുറിവുകളോടെ. സഹോദരനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല, എടുത്തു. പക്ഷേ ആശുപത്രി കൊണ്ടുവരുന്നതിന് മുമ്പ് ആൾ മരിച്ചു. ആ കൊച്ചു പറയുന്നത് കേട്ടിട്ട് സങ്കടം വരും. ഏതാണ്ട് എടുക്കാൻ വേണ്ടി കയറിപ്പോയതാണ് അങ്ങോട്ട്. താഴത്തോട്ട് മാറിയതായിരുന്നു. സ്തോത്രം. നമ്മളൊന്ന് ശ്രദ്ധിച്ച്, അതുവഴി യാത്ര പോലും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുക. ആ ഹൈവേ നമ്മൾ പോകുന്ന മൂന്നാറിന് പോകുന്ന റൂട്ട് അടിമാലി. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഇന്നലെ ഈ സമയത്ത് അവരുണ്ട്. ഇന്നലെ ഈ സമയത്ത് അവരുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ അറിയാനിടയായത് ബ്രേക്ക് ചവിട്ടാൻ പുള്ളി മറന്നുപോയി. ഓരോ ചിന്തയിലങ്ങ് പോകുമല്ലേ. ബ്രേക്ക് ചവിട്ടാൻ മറന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ചവിട്ടാൻ തോന്നിപ്പിക്കുന്ന ആരാ? ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ വലിക്കുന്ന ഈ കാല് ചിലപ്പോൾ കോച്ചിപ്പോകും. കാല് ചിലപ്പോൾ കോച്ചി വലിക്കുന്ന ഒരുപാടുണ്ട്. ഇത് നിവർന്നില്ലെങ്കിൽ എന്താ ചെയ്യും? ഹല്ലേലൂയ.
നമ്മൾ ചെറുതായി വിചാരിക്കരുത്. നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ദൈവം, നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ കണ്ട ഒരു കാര്യം നാം പറഞ്ഞല്ലോ. ഒരു സഹോദരിയുടെ സോഡിയം കുറഞ്ഞു പോയി, അതിൻ്റെ വെളിവ് നഷ്ടപ്പെട്ടു. ഒരു പാസ്റ്ററുടെ ഭാര്യ, സോഡിയം കുറഞ്ഞു പോയി. അത് വീട്ടിൽ നിന്ന് ഇറങ്ങി, അത് വെളിവില്ലാതെ അത് എന്ന് വെള്ളത്തിൽ ചാടി മരിച്ചു. വേറൊരെണ്ണം വേറെടുത്തോട്ട് പോകും, ആരാധനയ്ക്കായിട്ട് പോയി. എന്ത് എന്നറിയത്തില്ല. നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. നമുക്കും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് സ്തോത്രം, യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ. ദൂതന്മാരോട് പറയുക ദൈവത്തെ സ്തുതിക്കാനെന്ന്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കാര്യത്തിൽ നമ്മൾ മടുപ്പ് കാണിക്കരുത് കേട്ടോ. നമ്മുടെ ഈ ചിന്തകൾ, ഒത്തിരി ഭാരങ്ങൾ നമ്മളെ പുറകോട്ട് പിടിക്കുന്നുണ്ട്. ഭാരങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, ദൈവത്തെ സ്തുതിക്ക്. യഹോശാഫാത്ത് രാജാവ് ശത്രു മുമ്പ് വരുമ്പോൾ അവൻ ചെയ്ത് വേറെയൊന്നുമില്ല. ബലവാനും ബലഹീനുമായ ഒരു കാര്യമുണ്ടായാൽ നീ അല്ലാതെ സഹായിപ്പാൻ ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യഹോവയെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും തുടങ്ങി. യഹോവയെ കഴിയാത്ത കാര്യങ്ങളിൽ യഹോവയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. നമ്മൾ വ്യാകുലപ്പെട്ട് പ്രഷർ കയറ്റുന്നതിൽ ഉപരിയായി നമ്മൾക്ക് കഴിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ യഹോവയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. നീ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നമ്മുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ, പദം പറഞ്ഞുകൊണ്ടിരിക്കാതെ, എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാതെ, പിറുപിറുക്കാതെ നമ്മൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, നമ്മെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാൽ നാം അവനെ ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. നമ്മളെ ഉപദ്രവിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുവാനല്ല നാം ശ്രമിക്കേണ്ടത്, നമ്മളെ ഉപദ്രവിക്കുന്നവനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവം അവർക്കെതിരെ പതിയിരിപ്പുകാരെ വരുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ പലരും കണ്ടിട്ടുണ്ട്. എന്നെ ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ നേരെ വന്നിരുന്ന ചില ചോദ്യങ്ങൾ, ചില ആളുകൾ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷേ ദൈവമായ കർത്താവ് ഇടപെട്ടു. ഇന്ന് പലരും ഭൂമുഖത്തില്ല. ഹല്ലേലൂയ. ഓർക്കുമ്പോൾ ഭയം വരും. ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ ഓർത്ത് നമ്മളങ്ങ് സ്തോത്രം ചെയ്താൽ മതി, ദൈവം പ്രവർത്തിക്കും. സ്തോത്രം, ഹല്ലേലൂയ. താഴോട്ട് വേഗം വായിച്ചേ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. ഈ ദൂതന്മാർ തന്നെയാ സൈന്യം. ഹല്ലേലൂയ. അനേക സൈന്യം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസൈന്യയിലുണ്ട്. അവന്റെ സകല സൈന്യമായുള്ളവരെ അവനെ എന്ത് ചെയ്യണം? സ്തുതിപ്പീൻ. അവന്റെ സർവ്വ സൈന്യമേ അവനെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. സർവ്വ സൈന്യത്തോടും പറയുക അവനെ സ്തുതിക്കാൻ. അപ്പം നമ്മളോടും പറയുന്ന എന്താ? അവനെ സ്തുതിപ്പാൻ. ഇടയ്ക്കൊരു അല്ലേലിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞെന്നോർത്ത് കുഴപ്പമില്ല. ആരും തിരിഞ്ഞു നോക്കണ്ട. ആർക്കെങ്കിലും ഒരു അല്ലേലിയ പറയാൻ തോന്നിയാൽ ഹല്ലേലൂയ. ചിലപ്പോൾ ചില യോഗങ്ങളിൽ, കൺവെൻഷനിലൊക്കെ ചിലർ പുറകിലിരുന്ന് അല്ലേലൂയ എന്ന് പറയും. അപ്പോൾ സകല മനുഷ്യരും തിരിഞ്ഞു നോക്കും. കാരണം ഏതാണ്ട് കേൾക്കാത്ത ശബ്ദം പോലെ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ചിലപ്പം സമുദായക്കാർ ഫോൺ ചെയ്യുമ്പോഴും നമ്മൾ സ്തോത്രമെന്ന് പറയും. അറിയാതെ നമ്മുടെ മനസ്സിലത് എന്ത് ചെയ്യുക? കിടക്കുക. അപ്പോൾ അവർ വിചാരിക്കും എന്താ സ്തോത്രമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. വേഗം വായിച്ചേ, താഴോട്ട് വായിച്ചേ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. സങ്കീർത്തനക്കാരൻ സൂര്യചന്ദ്രൻ എങ്ങനെയാ സ്തുതിക്കാൻ കഴിയുന്നേ? പറ്റത്തില്ല. പക്ഷെ അവരോട് പറയുക, കാരണം ഇവനെ ഉണ്ടാക്കിയവനാരാ? ഈ പ്രകാശം നൽകി ഉണ്ടാക്കിയതാരാ? ഹല്ലേലൂയ. ഏതൊരു സാധനമാണേലും കത്തിക്കത്തി തീരണം. ഹല്ലേലൂയ. പക്ഷേ സൂര്യൻ ഇതുവരെയും അതിനകത്തെ ഈ വാതകം കത്തിയിട്ട് ഇതുവരെ അത് തീർന്നിട്ടില്ലെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, കൈ കാശുള്ള ആളുകൾ, ബാങ്കിലിട്ടിരിക്കുന്ന ആളുകൾ അത് എടുത്ത് കഴിയുമ്പോൾ അങ്ങ് തീർന്നു പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിലും തീർന്നു പോകും. എന്നാൽ ഇത് കത്താൻ തുടങ്ങിയിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ വർഷങ്ങളായി. പക്ഷേ ഇത് ഇതുവരെയും കത്തി തീർന്നിട്ടില്ല.
ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കുന്നത് വരെയും അത് കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം പറയുന്നത് വരെയും കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്നാളിൽ ഓർപ്പിച്ച പോലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമി, ഈ സൗരയൂഥം, ഈ ഗോളങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഗാലക്സികൾ അതിവേഗം എനിക്കറിയത്തില്ല, ഞാൻ അത്രയും സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല. പ്രകാശവർഷത്തിനേക്കാളിൽ വേഗത്തിൽ, പ്രകാശം സഞ്ചരിക്കുന്നതിനേക്കാളിൽ വേഗത്തിൽ ഈ പ്രപഞ്ചം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് പിന്നെ നിങ്ങളെ എന്തു ചെയ്യും? എന്നെ ചേർത്തുകൊള്ളൂ. ആരും സ്ഥലമില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. ചില ആളുകളോട് ഞങ്ങൾ ദൈവകാര്യം പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നരകത്തിൽ പൊക്കോളാം, സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമില്ല. എന്തറിഞ്ഞ ഈ പറയുന്നേ? ഹല്ലേലൂയ. എന്തറിഞ്ഞാ പറയുന്നത് നരകത്തിൽ പൊക്കോളാമെന്ന്? ഹല്ലേലൂയ. അതിൻ്റെ ദണ്ഡനത്തെക്കുറിച്ച് മനസ്സിലാകാതെ ചിലർ ദൈവത്തെ ഒട്ടും വിശ്വസിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ ഒട്ടും വിശ്വസിക്കത്തില്ല. എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം, നമുക്കിപ്പോൾ അദ്ദേഹം പോകുന്ന രാജ്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് ഓരോ രാജ്യം. വലിയ സന്തോഷമായിരുന്നു. ഈയിടെയായിട്ട് അവൻ യേശു കർത്താവിനെതിരായിട്ട് പറയുകയാണ്. അപ്പം നമുക്ക് ഇത് ലൈവ് പോകുന്നതാണല്ലോ, ഈ നമുക്കിപ്പോൾ വെറുപ്പ് തോന്നുമോ? എത്ര മിടുക്കനാണേലും കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ മിടുക്ക് പോയില്ലേ? കഴിഞ്ഞ ദിവസം ആ പുള്ളി പറയുക, ഇസ്രായേൽ ഈ റോമാക്കാരുടെ അടിമത്തിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ വിടുവിക്കാൻ വേണ്ടി ഓരോ മഷികാമാർ വരുമായിരുന്നു. മഷിക എന്ന് അവരുദ്ദേശിക്കുന്ന വിടുവിക്കുന്നവനെന്നാണ്. അപ്പോൾ അതിലൊരാളാണ് യേശു എന്ന്. അപ്പോൾ എന്നെ പറയണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നുള്ള അദ്ദേഹം ചോദിക്കുക, ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേൽ പുള്ളി എന്തോ, ആ പദം ഞാനിവിടെ പറയുന്നില്ല, വാഴയിലുണ്ടാകുന്ന സാധനം അത് ചെയ്യുന്നതെന്ന്. സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോയില്ലേ? എത്ര ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പോയില്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നമ്മുടെ ചില ആളുകളും ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ ചിലരുമായി ഞാൻ സംസാരിക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത വിശ്വാസഗണമുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇങ്ങനെ ഒക്കെ പറയുന്ന ആളുകൾ. സ്തോത്രം. ഇവിടെ പറയുകയാണ്, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതി. അടുത്തത്, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതിയുള്ള വെള്ളവുമായുള്ളവേ അവനെ സ്തുതിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളം. ഈ സമുദ്രത്തിൽ മാത്രമല്ല വെള്ളമുള്ളത്. പുസ്തകം എന്തു പറയുന്നോ അതങ്ങനെ തന്നെയാണ്. നോഹയുടെ കാലത്ത് പ്രളയം ഉണ്ടായപ്പോൾ എന്താ എഴുതിയിരിക്കുക? ആകാശത്തിൻ്റെ കിളിവാതിലൂടെ തുറന്നു. മഴയുടെ ഉദ്ദേശിച്ചല്ല, മഴ വേറെ. കാരണം ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എങ്ങനെ? സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും. ദൈവത്തിൻ്റെ ജ്ഞാനം ഭയങ്കരമായ പ്രിയമുള്ളവരെ. സ്തോത്രം. ഇച്ചിരിയുള്ളൊരു തല ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ്റെ തലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം റോബോട്ടുണ്ട്. ഒരു സുന്ദരിയായ സ്ത്രീയെ വേണമെങ്കിൽ അവർ കമ്പനി ഉണ്ടാക്കി തരും നമുക്ക്, ഒരു കുഴപ്പവുമില്ല. ഭാര്യയുടേതായ കാര്യങ്ങൾ അവരുടെ ഡ്യൂട്ടി എല്ലാം ചെയ്യും. നല്ല സൗന്ദര്യം, നല്ല ഹെയർ സ്റ്റൈല്, നല്ല ഇത് എല്ലാം ഇപ്പോൾ കമ്പനി കിട്ടും. സാധനം അധികം നാളെ അല്ലാതെ ഇറങ്ങും. ഞാൻ ചില ഇതൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ ഈ നമ്മുടെ കുടലും പണ്ടവും ഒക്കെ പോലുള്ള ആ ആന്തരിക അവയവങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടറാണ്. എല്ലാം വയർ ചെയ്തൊക്കെ വെച്ചേക്കുവാ. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ്റെ ആയുസ്സിനെ കൂട്ടാൻ മനുഷ്യന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. പല ജ്ഞാനമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്തുതിപ്പിൻ. വേഗം വേഗം താഴ്ത്തു. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അവ യഹോവയുടെ നാമത്തിൽ. എന്തുകൊണ്ടാണ് ഇത് സ്തുതിക്കാൻ പറഞ്ഞെന്നറിയാമോ? അവൻ കൽപ്പിച്ചിട്ട് ഇവയൊക്കെയും എന്ത് ചെയ്യുക?
സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അവൻ കൽപ്പിച്ചിട്ടാണ് ഇവയൊക്കെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാ സ്തോത്രം, ഇതെല്ലാം അതിൻ്റെതായ പദത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അതിൻ്റെതായ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചിട്ടാണ് ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി സ്തോത്രം ഭയങ്കര വലിപ്പമാണ്. അവൻ്റെ ജ്ഞാനം വലുതാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദീർഘദൂരം പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ പ്ലെയിനകത്ത് ഒരു കമ്പ്യൂട്ടർ പോലുള്ളൊരു കാര്യമുണ്ട്, ടാബ് പോലെ. അതിനകത്ത് നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നെന്നുള്ള കാര്യം അറിയാം. നമ്മൾ ഇസ്രായേലിൻ്റെ മുകളിലാണോ പാകിസ്ഥാൻ്റെ മുകളിലാണോ എവിടെയാണെന്നാണ്. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇപ്പോൾ ഭൂമിയിൽ രാത്രി, അത് നമുക്കതിനകത്ത് കാണാം. ഒരു വശത്ത് ഇരുട്ട്, ആ സൂര്യൻ്റെ ഗോളം നമ്മുടെ പ്രപഞ്ചം നമ്മുടെ ഭൂമിയെ കാണിച്ചിട്ട് അവിടെ രാത്രി, ഇവിടെ പകല്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഈ വലിയ ദൂരം പ്ലെയിൻ പോകുന്ന സമയത്ത് അവർ ഇതെല്ലാം അങ്ങ് ഇട്ടിട്ട് ഓട്ടോ പൈലറ്റിൽ ഇട്ടേക്കുക. പൈലറ്റ് ഉറങ്ങുക. കേട്ടാൽ നമുക്ക് പേടി വരും. പൈലറ്റ് ഉറങ്ങുക. കഴിഞ്ഞ ദിവസം എനിക്ക് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലായേ. പൈലറ്റ് ഉറങ്ങുക. എല്ലാം ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറാണ്. കാരണം നമ്മുടെ ഈ തലച്ചോറിനേക്കാളിലും ഭംഗിയായിട്ട് ഇതെന്ത് ചെയ്യും? അപ്പോൾ ഇതിനെല്ലാം ഒരു പാത നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര പൊക്കത്തിൽ ഇന്ന ഡയറക്ഷനിൽ. അപ്പോൾ അതിൻ്റെ ആ ഡയറക്ഷനിൽ വേറെ ഒന്നും വരികയില്ല. എല്ലാത്തിനും പാത ക്രമീകരിച്ചേക്കുക. എന്നിട്ട് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഇടമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ എന്നാന്നറിയാമോ? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്. ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഇതിൻ്റെ ഈ കറക്കമനുസരിച്ചാണ് സ്തോത്രം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. താഴോട്ട് അവൻ കൽപ്പിച്ചിട്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാം ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പി. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ എന്ന് വായിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 8 മുതലുള്ള വാക്യവും ഇയ്യോബ് 28-10 വാക്യവും. ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ, കർത്താവ് കൽപ്പിച്ചപ്പോൾ ഈ സമുദ്രം എങ്ങനെയാ ഉണ്ടായെന്ന് ചോദിച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം എന്ത് ചെയ്തു? ചാടി പുറപ്പെട്ടെന്ന്. എന്തൊരു ഭയങ്കരമാണ്! കർത്താവിൻ്റെ കൽപ്പനയാൽ സമുദ്രത്തെ വെള്ളത്തിൻ്റെ ആഴവും അതിൻ്റെ ഇതെല്ലാം നമുക്ക് സമുദ്രം വെള്ളം അടിച്ച് മോട്ടർ അടിച്ചെല്ലാം പറ്റിക്കാൻ പറ്റുമോ? ഒന്നും പറ്റിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് ഉണ്ടായത് ദൈവം കൽപ്പിച്ചിട്ട് ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ചാടി പുറപ്പെട്ടു. സ്തോത്രം. കർത്താവ് കൽപ്പിച്ചപ്പോൾ. അല്ല ഇച്ചിരി മഴ പെയ്തു വന്ന വെള്ളമല്ല കേട്ടോ. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കണം. നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നാം ആരാധിക്കുന്ന ദൈവ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അത് പുറപ്പെട്ടപ്പോൾ അടുത്തത്, അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന്റെ ചുറ്റാടിയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. കടൽ തീരത്ത് പോയിട്ട് എവിടെ കതകും ഓടാമ്പലും വെച്ചേക്കുന്നേ? പക്ഷേ ഇത്രത്തോളം വരാവെന്ന ദൈവം എന്ത് ചെയ്തേക്കുന്നേ? പറഞ്ഞേക്കുന്നേ. പിന്നെ ചില സുനാമിയൊക്കെ വരുന്ന ദൈവകോപത്താൽ കയറി വരുന്ന, അല്ലാതെ സാധാരണ വരുന്ന കടലിൻ്റെ അടുക്ക താമസിക്കുന്നവരുണ്ട്. അത് അവിടം വരെ വന്നേച്ച് അതിൻ്റെ അല മുഴുവനും അവിടെ എന്ത് ചെയ്യും? തീരും. എന്നിട്ട് മടങ്ങിപ്പോകും. 28-ാം ഇയ്യോബിന്റെ 28-10 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. അവൻ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു, അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളൊക്കെയും കാണുന്നു. 28-ന്റെ അവർ നീരൊഴുക്കുകളെ ചേരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അതാ ഇന്നാള് ഞാൻ പറഞ്ഞത്. ഇയ്യോബ് എഴുതി വെച്ചേക്കുക, നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം കെട്ടി നിർത്തിയിട്ട് ദൈവം ഇയ്യോബ് എത്രയോ കാലം മുമ്പുണ്ടായനാ. ഏകദേശം മോശയുടെ സമകാലികനായിരുന്നെന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ.
വേദശാസ്ത്രികൾ പല കാര്യങ്ങളും പറയും, അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കണ്ട. ആദ്യത്തെ പുസ്തകം ഇയ്യോബ് പുസ്തകമാണെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. അപ്പോൾ ആ കാലത്ത് ഇയ്യോബ് കൂടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നീരൊഴുക്കുകളെ ചോരാതെ തടഞ്ഞു നിർത്തുന്നു, ഗുപ്തമായത് വെളിച്ചത്ത് കൊണ്ട്. നമ്മൾ ആരെങ്കിലും കറണ്ട് കാണുന്നുണ്ടോ? കറണ്ട് കാണുന്നില്ല. എന്താ അതെന്ന് നമുക്കറിയാൻ പറ്റുമോ? കറണ്ട് വഴി പോകുന്ന കമ്പിയെ കൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതെല്ലാം പുസ്തകത്തിൽ എഴുതിയേക്കുക. സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വന്നേ, വേഗം വേഗം. അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചും ഇരിക്കുന്നു. സങ്കീർത്തനത്തിൽ താഴോട്ട്. സങ്കീർത്തനം. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. എല്ലാത്തിനോടും പറയുക യഹോവയെ സ്തുതിപ്പാൻ. തീയും കൺമഴിയും. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. തിമിംഗലങ്ങളോട് പറയുക ദൈവത്തെ സ്തുതിക്കാൻ. തിമിംഗലം എത്ര വലുതാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അതിൻ്റെ ദേഹത്ത് ഒരു ചെള്ള് പോലൊരു സാധനം ഉണ്ടാവും. ആ ചെള്ള് പോലുള്ള സാധനം ഉണ്ടായി അതിന് ജീവിക്കും. ചിലത് കരക്കടിയും, ചിലർ കപ്പലുകാരതിനെ രക്ഷിച്ചതിൻ്റെ പുറത്തുനിന്ന് അതിനെയെല്ലാം എടുത്ത് മാറ്റിക്കളയും. പിന്നെ ഈ തിമിംഗലം ഈ മറിയുന്നത് എന്തിനാണെന്നറിയോ? ചില സമയത്ത് എടുത്ത് പൊങ്ങി മറിയുന്നത്, അത് പൊങ്ങി വന്നിട്ട് വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ ദേഹത്ത് കടിച്ചിരിക്കുന്ന ഈ സാധനം ചത്തുപോകാനും അതിന് വ്യത്യാസം വരാനാ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് തിമിംഗലങ്ങളോടും പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കാൻ. എത്ര വലുതാന്ന് പറഞ്ഞാലും ദൈവത്തെ സ്തുതിക്കാൻ. അടുത്തത് വേഗം വായിച്ചു. തീയും കൺമഴിയും ഹിമവും ആവിയും അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും. ഇതെല്ലാം തീയും കൽമഴയും ആഴിയും എല്ലാം അവൻ്റെ കൽപ്പന എന്ത് ചെയ്യും? അനുസരിക്കും. ചിലയിടങ്ങളിൽ കാട്ടുതീ ഉണ്ടാകാറുണ്ട്. ദൈവം കൽപ്പിച്ചിട്ടാ ഇതെല്ലാം ഉണ്ടാകുന്നത്, ദൈവം അനുവദിച്ചിട്ടാ. സ്തോത്രം. കടൽ ചിലരത് കയറാറുണ്ട്. ആഴി, കാറ്റിൻ്റെ ശക്തിയെ നമുക്കെല്ലാം പറയാൻ പറ്റുമോ? സ്തോത്രം. ഇവയെല്ലാം എന്ത് ചെയ്യണം? സ്തോത്രം, യഹോവയെ സ്തുതിക്കണം. പർവ്വതങ്ങളും, അടുത്ത വേഗം വായിച്ചു. കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും. ഇതിൽ കൂടുതൽ എന്നാ പറയേണ്ടത്? ഈ സങ്കീർത്തനക്കാരൻ പറയാ സകലത്തിനോടും ദൈവത്തെ സ്തുതിക്കാൻ. അതതിൻ്റെ ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് പറയും ദൈവത്തെ സ്തുതിക്കാൻ. ദൈവത്തിൻ്റെ ക്രമീകരണം എത്ര വലുതാണെന്നറിയാമോ? അവൻ്റെ സൃഷ്ടിയുടെ മഹത്വം എത്ര വലുതാണെന്നറിയാമോ? ദൈവം ഓരോന്നിനെ സൃഷ്ടിച്ചേക്കുന്ന ഒരു ഉപയോഗമില്ലാതെ ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഉപയോഗവുമില്ലാതെ ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുക അട്ടയും പുഴുവിനെയും ഒക്കെ എന്തിനാണ് സൃഷ്ടിച്ചേക്കുന്നതെന്ന്. അതിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ ചപ്പും ചവറും എല്ലാം അത് തിന്നും. എന്നിട്ട് അതിൻ്റെ ആ കാട്ടമാണ് ഈ സസ്യങ്ങൾക്കൊക്കെ ആഹാരമായിട്ടിരിക്കുന്നത്. ഏറ്റവും നല്ല വളം അതാണെന്നാണ് പറയുന്നത്. നമ്മുടെ കൃഷിയുടെ ഇടയിൽ ചപ്പ് ചവറുകൾ കൂട്ടിയിടുക എന്ന് വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ കൂട്ടിയിടുക. എന്നിട്ട് ഈ ചെറു പ്രാണികളുണ്ടല്ലോ അതവിടെ വന്നിരിക്കും. അതിൻ്റെ ആ വേസ്റ്റാണ് ഈ സസ്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. എന്തിനാ പാമ്പിനെ കൊല്ലരുതെന്ന് പറയാൻ കാരണം? പാമ്പിനെ കൊല്ലരുതെന്ന് പറയുന്ന കാരണം മനുഷ്യൻ്റെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പാമ്പിനെ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. പാമ്പിനെ, സ്തോത്രം, നമ്മുടെ ഈ രാജ്യങ്ങളിൽ, കിഴക്കൻ രാജ്യങ്ങളിൽ മൂർഖനെ നമ്മൾ ചെന്ന് പറഞ്ഞു കൊടുത്താൽ മൂർഖനെയും രാജവെമ്പാലയും ഒക്കെ വറുത്ത് തരും. കാരണം അവരവരുടെ കൃഷിയാണ്. ഞാനും ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. മൂർഖനെയൊക്കെ ഇട്ട് ഇതിനെ ആരെയും കടിക്കുന്നില്ല. അതിനെ പിടിക്കുന്ന ആളുകൾ ഒന്നും കടിക്കുന്നില്ല. ഇതിനെല്ലാം നമ്മുടെ ആളുകളിൽ ചില സഞ്ചാരികൾ പോയി പാമ്പിറച്ച് തിന്നാറുണ്ട്. ഒന്ന് നോക്കിക്കേ, ഞാൻ പറഞ്ഞത് സ്തോത്രം, ഇവയെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ പറയുക. കാരണം അതിനെ നടത്തുന്ന, അതിനെ പരിപാലിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. 11-ാമത്തെ വാക്യം. യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. എല്ലാവരും യഹോവയുടെ നാമത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എല്ലാവരും, യുവാക്കളും യുവതികളും. നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്? നമ്മൾ സഭായോഗം കൂടുമ്പോഴാണ്. അതുകൊണ്ട് ആ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറഞ്ഞ്, അതിനേക്കാളിൽ നല്ലൊരു നമ്മുടെ ജീവിതയാത്രയിൽ അനുഗ്രഹിക്കപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല കേട്ടോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല.
നമ്മൾ ചെയ്യേണ്ടത് യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും നമ്മളെല്ലാം കൂടുമ്പോൾ ആ ഗണമുണ്ട്. ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ എന്ത് ചെയ്യട്ടെ? സ്തുതിക്കട്ടെ. കാരണം ഉയർന്നിരിക്കുന്ന നാമം ഏതാ? അവൻ്റെ നാമം മാത്രമാണ് ഉയർന്നിരിക്കുന്നത്. അതിനപ്പുറം ഒരു നാമവും ഇല്ല. അവൻ്റെ നാമം മാത്രമാണ് ഉയർന്നിരിക്കുന്നത്. ലോകത്തിലെ ഒരു നാമത്തിനും മാത്രമേ, ഏത് വലിയ ആളാന്ന് പറഞ്ഞാലും അവരെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പലരും പേര് വിളിച്ച് അവഹേളിച്ചാണ് പറയുന്നത്. അവർക്ക് കാര്യം പവറും പദവിയൊക്കെ ഉണ്ട്. പക്ഷേ സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കണം, ഉയർന്നിരിക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണ്, അവൻ്റെ നാമമാണ്. ആ നാമത്തെ ഉയർത്തുവാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകലിൽ അവൻ്റെ നാമത്തെ ഉയർത്തുവാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ താഴോട്ട് വായിച്ചങ്ങ് അവസാനിപ്പിച്ച്, അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി. എങ്ങനെയാ ദൈവത്തോട് അടുത്തിരിക്കുന്ന മനസ്സിലാക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുക, ദൈവിക കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. നമ്മൾ ദൈവിക കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം. നമ്മുടെ തലമുറകളെയൊക്കെ ദൈവിക കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നവരായിട്ട് പഠിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഞാൻ ചിലയിടത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, പിള്ളേരുടെ ഈ സ്വോത്രകാഴ്ച കൊടുക്കുക, അവരാ സ്വോത്രകാഴ്ച പാത്രത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വേണമെന്ന് പറഞ്ഞ് കരയുന്ന പിള്ളേരുണ്ട്. കാരണം അത് വേണമെന്ന്, ആ ഇട്ട പൈസ അങ്ങനെ കൊടുക്കാൻ പറ്റുകയല്ല, അത് വേണമെന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളിത് പഠിപ്പിക്കണം. കാരണം അവൻ്റെ നാമം മാത്രമാണ് ഉയർന്നിരിക്കുന്നത്. നാം അവനോട് അടുത്തിരിക്കുന്നു എന്നുകൊണ്ട് വാക്കുകൊണ്ട് നാവ് കൊണ്ടുമല്ല നമ്മൾ പറയേണ്ടത്. വാക്കുകൊണ്ട് നാവ് കൊണ്ടുമല്ല നമ്മൾ പറയേണ്ടത്. നാം ദൈവത്തോട് അടുത്തിരിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്ന എന്നുള്ളത് വാക്കുകൊണ്ട് നാവ് കൊണ്ടുമല്ല. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ദൈവത്തിൻ്റെ നാമത്തോട് എത്ര സ്നേഹമുണ്ടെന്നുള്ളൊരു കാര്യം നീ സ്തോത്രവും ഹല്ലേലൂയയും മാത്രം പറഞ്ഞുകൊണ്ടല്ല, നിനക്ക് ദൈവത്തിൻ്റെ നാമത്തോട് എന്തോരം അടുപ്പമുണ്ടെന്നുള്ള കാര്യം നിൻ്റെ പ്രവൃത്തി കൊണ്ട്, നിൻ്റെ ഇടപാടുകൾ കൊണ്ട്, നിൻ്റെ കൊടുക്കവാങ്ങലുകൾ കൊണ്ട് അറിയാം. ഇതൊന്നും ചെയ്യാതിരുന്നേറ്റ് ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ മുകളിലോട്ട് ഉയർത്തിയിട്ട് കണ്ണുയർത്തിയിട്ട് കാര്യമുണ്ടോ? അവനോടൊന്ന് അടുത്തിരിക്കണം, അവനോട് അടുത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് നാം അടുത്തിരിക്കണം. ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ചേ. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയെന്ന. നീ ദൈവത്തോട് അടുത്തിരുന്ന നിന്റെ കൊമ്പ് ദൈവം ഉയർത്താമെന്ന. ഹല്ലേലൂയ. നീ അവന്റെ ജനമാ. നീ അവനോട് അടുത്തിരുന്നാൽ സ്തോത്രം, നിന്റെ കൊമ്പുയരും. ഹല്ലേലൂയ. ലോകക്കാരുടെ കൊമ്പ് ഉയരുന്ന പോലെയല്ല. ലോകക്കാരുടെ കൊമ്പ് ഉയർന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് നശിക്കും. എന്നാൽ സ്തോത്രം, നമുക്കൊരു കൊമ്പെന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ മരണത്തിനപ്പുറത്തും നമ്മളെ കരുതുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം അവൻ്റെ ജനമാ. അവനോടൊന്ന് അടുത്തിരിക്കുക. അവനോട് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കാമോ? ഞാൻ ദൈവത്തോട് എത്തോരും അടുത്തിരിക്കുന്നത്. ഞാൻ ദൈവത്തോടാണോ അടുത്തിരിക്കുന്നത്? എൻ്റെ ഭാര്യയോടാണോ, എൻ്റെ ഭർത്താവിനോടാണോ, എൻ്റെ മക്കളോടാണോ, എനിക്ക് ദൈവത്തെക്കാളധികം എൻ്റെ സമ്പത്തിനോടാണോ ഞാൻ അടുത്തിരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച്. പലർക്കും ദൈവത്തെക്കാൾ അടുപ്പം സമ്പത്തിനോടാ. ഹല്ലേലൂയ. സമ്പത്തിനോടാ. ഇതെല്ലാം ഇല്ലാതാകാനുള്ളതാ. ഒന്നും നമുക്ക് തന്നു വിടത്തില്ല. ഹല്ലേലൂയ. ഞാൻ ചിലയിടത്ത് ഈ ശവടക്കിൻ്റെ കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ പറയും ഒരു പുതിയ തുണി മേടിച്ചിടാമെന്ന്. ഇപ്പം ചിലയിടത്ത് എന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പഴയതുണ്ട് അത് ഇട്ടാൽ മതിയെന്ന്. ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എടാ, അന്നേരം പോലും ഒരു നല്ല തുണി മേടിച്ചിടാൻ പറയുമ്പോൾ വീട്ടിൽ പഴയതുണ്ടെന്ന്, കച്ചമുറി ഉണ്ടെന്ന് മേടിക്കുന്നുണ്ട്. ഇട്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത്രയും ഉണ്ടാക്കിയ ഈ മനുഷ്യന് അവിടെ കോലഞ്ചേരി ആശുപത്രി വെച്ച് അവിടെ പോയി ഒരു നല്ല തുണി മേടിച്ചിടാൻ പറഞ്ഞാൽ അതുപോലും എന്ത് ചെയ്യല, മേടിക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ് ഗതി. അതുകൊണ്ട് എന്നാൽ സ്തോത്രം, തിരുവചനം എങ്ങനെ പറയുന്നു? തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് എന്താണ്? വിലയേറിയതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അവൻ്റെ ഭക്തന്മാരായി തീരണം. പ്രിയമുള്ളവരെ, നമ്മളാരെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലേ, ഞാൻ മാറ്റപ്പെട്ട് വന്ന് പ്രസംഗിക്കുന്നവരുടെ കഴിവുകൊണ്ടല്ല നമ്മുടെ പ്രതിഫലം. ഹല്ലേലൂയ. നാം പോകുന്ന സമയം തന്നെ ചെല്ലേണ്ടിടത്ത് ചെല്ലും.
പിന്നെ അതിനകത്ത് ഒരു മീഡിയേഷനും ഇല്ല, വേറെ ഒരു കാര്യവും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് അടുത്തിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. സാക്ഷ്യങ്ങൾക്കുള്ള സമയം.